ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നമസ്കാരം. മുരളികയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂരിലെ വിഗ്രഹത്തെയും പ്രതിഷ്ഠയെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ശംഖ് ചക്ര ഗദാപദ്മങ്ങൾ ധരിച്ച ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഗുരുവായൂരിലെ വിഗ്രഹം. അത്യപൂർവമായ പാതാളാഞ്ജനം എന്ന ശിലയിലാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ ലക്ഷ്മി സമേതനായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. കൃഷ്ണൻ എന്ന് മഹാവിഷ്ണുവിനും പേരുള്ളതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു. സൃഷ്ടികർമ്മം എങ്ങനെ നടത്തണമെന്നതിനെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലായിരുന്ന ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്തു. തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. സൃഷ്ടികർമ്മം എങ്ങനെ നടപ്പാക്കണം എന്നതിനെക്കുറിച്ച് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും അതോടൊപ്പം ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ഒരു ദിവ്യവിഗ്രഹം ബ്രഹ്മാവിനെ സമ്മാനിക്കുകയും ചെയ്തു. ഈ വിഗ്രഹം വേണ്ട വിധത്തിൽ പൂജിച്ചാൽ എല്ലാ കാര്യങ്ങളും ശുഭമായി നടക്കുമെന്ന് ബ്രഹ്മാവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് ആ വിഗ്രഹം സ്വീകരിക്കുകയും ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് സൃഷ്ടികർമ്മം ഭംഗിയായി ആരംഭിക്കുകയും ചെയ്തു. അക്കാലത്ത് സുതപസ് എന്ന പേരായ പ്രജാപതിയും പത്നിയായ പ്രശ്നിയും സന്തതികളുണ്ടാകാനായി ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം ആരാധിച്ചിരുന്ന ആ ദിവ്യവിഗ്രഹം അവർക്ക് നൽകിയിട്ട് അവരോട് പറഞ്ഞു, ഈ വിഗ്രഹം പൂജിച്ച് തപസ്സനുഷ്ഠിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം സാധിക്കും. ദമ്പതികൾ ആ വിഗ്രഹം സന്തോഷത്തോടെ സ്വീകരിച്ച് ആ വിഗ്രഹം പൂജിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനെ ഭക്തിപൂർവം ഉപാസിച്ചു. അവരുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനാവുകയും 3 ജന്മങ്ങളിൽ അവരുടെ പുത്രനായി ജനിക്കാമെന്ന് വരം നൽകുകയും ചെയ്തു. തുടർന്ന് ഭഗവാൻ അവരുടെ മകനായ പ്രശ്നീഗർഭൻ എന്ന പേരിൽ ജന്മമെടുത്ത് ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ലോകരെ ഉത്ബോധിപ്പിച്ചു. 2ാം ജന്മത്തിൽ അവർ കശ്യപനും അതിഥിയുമായി ജനിച്ചു. വിഷ്ണു ഭഗവാൻ അവരുടെ പുത്രനായി വാമനൻ എന്ന പേരിൽ ജന്മമെടുത്തു. 3 ലോകത്തെയും മഹാബലിയിൽ നിന്ന് 3 അടിയായി അളന്നെടുത്ത് ദേവേന്ദ്രനു നൽകി. 3ാം ജന്മത്തിൽ അവർ വസുദേവരും ദേവകിയുമായി ജനിച്ചു. ഭഗവാൻ അവരുടെ പുത്രനായ ശ്രീകൃഷ്ണനായി ജന്മമെടുത്തു. ഓരോ ജന്മത്തിലും കൈമാറി വന്ന ഈ ദിവ്യവിഗ്രഹം ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ തന്നെ എത്തിച്ചേർന്നു. ഭഗവാൻ ആ ദിവ്യവിഗ്രഹം ദ്വാരകയിൽ വെച്ച് പൂജിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണത്തിനുള്ള സമയമായപ്പോൾ ഉദ്ധവരെ വിളിച്ച് തത്വോപദേശം നൽകി. ആ സമയം ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, തൻ്റെ സ്വർഗാരോഹണാനന്തരം 7ാം ദിവസം ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോകും. ആ സമയം താൻ പൂജിച്ചുകൊണ്ടിരുന്ന ആ വിഗ്രഹമെടുത്ത് അനുയോജ്യമായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം. കലികാലത്തിൽ കലിദോഷ നിവാരണത്തിനായി ഒരു വിഗ്രഹം ആരാധിക്കാൻ അവസരമുണ്ടാകുന്നതിന് നിർദ്ദേശിച്ചു. ഭഗവാൻ പറഞ്ഞതുപോലെ സ്വർഗാരോഹണാനന്തരം ദ്വാരക വെള്ളത്തിനടിയിലായി. ഉദ്ധവരുടെ അപേക്ഷാപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതി വരുണൻ്റെ സഹായത്തോടെ ആ വിഗ്രഹം തിരമാലകളിൽ നിന്നും വീണ്ടെടുത്തു. അപ്പോഴേക്കും വായു ഭഗവാനും പരശുരാമനും അവിടെ എത്തിച്ചേർന്നു. 3 പേരും കൂടി വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ അനുയോജ്യമായ സ്ഥലമന്വേഷിച്ച് പുറപ്പെട്ടു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ സ്ഥലമന്വേഷിച്ച് പുറപ്പെട്ട ഗുരുവും വായുവും പരശുരാമനും എത്തിച്ചേർന്നത് പ്രാചീന ബർഹിസ് എന്ന രാജാവിൻ്റെ പുത്രന്മാരായ പ്രജേതസ്സുകൾ തപസ്സു ചെയ്ത സരസിൻ്റെ തീരത്തായിരുന്നു. ആ സമയം ശ്രീ പാർവതിയോടൊപ്പം ശ്രീ പരമേശ്വരനും ആ സരസിൻ്റെ തീരത്ത് പ്രത്യക്ഷപ്പെട്ടു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം അതുതന്നെയാണെന്നും താൻ സമീപത്തുള്ള അംബികാപുരത്ത്, അതായത് ഇപ്പോഴത്തെ മമ്മിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സന്നിധിയിൽ സന്നിഹിതനായിക്കൊള്ളാമെന്നും അവരോട് പറഞ്ഞു. പ്രജേതസ്സുകൾ തപസ്സു ചെയ്തിരുന്ന ആ സരസാണ് ഇന്ന് രുദ്രതീർത്ഥം എന്നറിയപ്പെടുന്ന ഗുരുവായൂരിലെ വടക്കേ ചിറ എന്ന ക്ഷേത്രക്കുളം.
ശ്രീ പരമേശ്വരൻ നിർദ്ദേശിച്ച പ്രകാരം പരശുരാമൻ്റെ സാന്നിധ്യത്തിൽ ഗുരുവും വായുവും കൂടി ആ ദിവ്യ വിഗ്രഹത്തെ ആ സരസിൻ്റെ തടത്തിൽ പ്രതിഷ്ഠിച്ചു. കുംഭമാസത്തിലെ അനിഴം നാളിലാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചതിനാൽ ഗുരുവായൂപുരം എന്ന പേരിൽ പ്രസിദ്ധി ആർജിക്കുമെന്നും അവിടെ ചെന്ന് ഭഗവാനെ ദർശിച്ച് സേവിക്കുന്നവർക്ക് കലിയുഗ ദുഃഖങ്ങൾ തരണം ചെയ്യാൻ കഴിയുമെന്നും മഹാദേവൻ അരുൾ ചെയ്തു. ദേവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് വിധിപ്രകാരം ക്ഷേത്ര നിർമ്മാണവും നടത്തിക്കപ്പെട്ടു. മേടസംക്രമണ ദിവസം സൂര്യരശ്മികൾ വിഗ്രഹത്തിൻ്റെ തൃപ്പാദത്തിൽ പതിക്കത്തക്ക വിധത്തിലാണത്രേ ശ്രീകോവിൽ നിർമ്മിച്ചിരുന്നത്. ക്രിസ്തുവർഷം 1638 പ്രധാന ശ്രീകോവിൽ പുതുക്കി പണിയുകയും തൊട്ടടുത്ത കൊല്ലം തന്നെ ഭംഗിയായ തോതിൽ വിശ്വബലി അർപ്പിക്കുകയും ചെയ്തതായി രേഖകളിൽ പറയുന്നു. ഇന്ന് കാണുന്ന ശ്രീകോവിൽ അതുതന്നെയായിരിക്കാനാണ് സാധ്യത.